പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി. ഞാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല ഗൈസ്. പിന്നെ ഇവൾക്ക് കാണാൻ വേണ്ടി പോകുന്നുള്ളൂ. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. കുഴപ്പമില്ല, എനിക്കും ഇഷ്ടം. ശരിയായില്ല, ഇതൊന്നും വരുന്നില്ലല്ലേ അതല്ലേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവരും എന്തെടുക്കുക? ഞങ്ങളിതാ അവിടെ ഉമ്മൽക്കുവയിലോട്ട് പോകാൻ നിൽക്കുക. അവിടെ സൂ ഉണ്ട്. അപ്പം പെട്ടെന്നുണ്ടായ തീരുമാനമാണ്. അപ്പോൾ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളും കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ 3 o'clock ആയിട്ട് സൂ ഓപ്പൺ ആവും. ഇപ്പോൾ ഇവിടെ 4 o'clock ആയി. ഞങ്ങളിപ്പോൾ ഇറങ്ങും. അപ്പം എങ്ങനെ ദീപകിന് ഇഷ്ടമാണോ സൂവിലെല്ലാം പോവാ? ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഓക്കെ, ദീപക്ക് ചിരിക്കണില്ല എന്നൊക്കെ കുറച്ച് പേര് പറഞ്ഞു. അത് ക്യാമറ കാണുമ്പോൾ അങ്ങനെ ആയി പോകുന്നതാണ്. നല്ല ഹ്യൂമർ സെൻസ് ഉള്ള മനുഷ്യനാണ് കേട്ടോ. പക്ഷെ നാളെ ചിരിക്കില്ല, കാരണം നാളെ സൺഡേ ആണ്. ഫ്രൈഡേ ഒക്കെ നിങ്ങൾ കണ്ടു നോക്കണം, ഭയങ്കര എനർജി ആയിരിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് പോയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, ഭയങ്കര കത്തി നിൽക്കുകയാണ്. അപ്പോൾ അതാ നമ്മൾ കുറേ ഡെലിവറി ബോയ്സ് ഇങ്ങനെ ബൈക്കിൽ പോകുന്നുണ്ട്. അത് നമുക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തുമാത്രം ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ കാര്യം ആലോചിക്കുമ്പോൾ. എനിക്കെപ്പോഴും അവരെ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമം. കാരണം നമ്മൾ കാറിൻ്റെ ഉള്ളിൽ ഇരുന്ന് പോകുമ്പോൾ ഒന്നും അറിയില്ല, AC ഇട്ടിട്ട്. പക്ഷെ ബൈക്കിൽ പോകുന്ന കാര്യം നമുക്ക് ആലോചിക്കാൻ തന്നെ വയ്യ. കാരണം അത്രയും ഇങ്ങനെ ചൂടായി നിൽക്കുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാ ഉമ്മൽക്കുവയിൽ എത്താറായി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചിങ്ങനെ ഒഴിഞ്ഞ ഏരിയയാണ് കണ്ടു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ക്യാമൽസിനൊക്കെ കണ്ടു. ഞാൻ എടുക്കുമ്പോഴേക്കും ഏകദേശം അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ സൂവിൻ്റെ എൻട്രൻസ്. വലിയൊരു എൻട്രൻസ് ഒന്നുമില്ല, 2 ഫ്ലെമിംഗോനെ വെച്ചിട്ടുണ്ട് എന്നല്ലാതെ. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ സൂവിൽ എത്തിയിട്ടുണ്ട്. നല്ല ചൂടാണ്. ഞാൻ എല്ലാ വ്ളോഗിലും പറയണില്ലേ ചൂടിനെ കുറിച്ച്. അപ്പം അത്രയും ചൂടുണ്ട്. ഇപ്പോൾ സമയം ഇപ്പോൾ 5 മണി കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും നല്ല ചൂടാണ്. അപ്പം എനിവേ, നമുക്ക് പകലൊന്നും പുറത്തിറങ്ങാതെ ഇരിക്കാനും പറ്റില്ല, രാത്രിയായിട്ട് മാത്രം. അപ്പോൾ ഇപ്പം ടിക്കറ്റ് എടുക്കണം എന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. നോക്കി നോക്കാം. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ടൈമിങ്ങും കാര്യങ്ങളെല്ലാം. അഡൽട്ടിന് 25 ദിർഹമാണ്, ചൈൽഡ് 25 ദിർഹം. അങ്ങനെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വാങ്ങിപ്പോയോ. അപ്പോൾ ഞങ്ങൾ കയറി വരുമ്പോൾ തന്നെ ആദ്യം ജിറാഫിനെയാണ് കേട്ടോ കണ്ടത്. കാരണം അത് കുറച്ച് ടോളായ കാരണം നമ്മൾ ദൂരത്തുനിന്ന് തന്നെ കണ്ടു. അപ്പം വേഗം അതിൻ്റെ അടുത്തേക്ക് തന്നെ പോയി. ഞാൻ പറഞ്ഞിരുന്നു ഫീഡ് ചെയ്യാൻ അവിടെ പറ്റും എന്നുള്ളത്. അപ്പം നമ്മൾ സാധനം എല്ലാം വാങ്ങി കൊടുക്കുകയാണ്. അപ്പം നല്ല രസമാണല്ലോ ഫീഡ് ചെയ്യിപ്പിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ 2 പേരും കുറച്ച് ലീഫൊക്കെ എടുത്തിട്ട് അവർക്ക് കൊടുത്തിട്ടോ. പിന്നെ അതിൻ്റെ താഴെ കാണുന്ന കുട്ടികൾ ആക്ച്വലി ജിറാഫിൻ്റെ കുട്ടികളല്ല, മാനുകളെ അതിൻ്റെ ഇടയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല രസമായിരുന്നു. അപ്പം ആക്ച്വലി കയറി വരുമ്പോൾ ഇവരാണ് കേട്ടോ ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ജിറാഫിനെ കണ്ടപ്പോൾ നേരെ അങ്ങോട്ട് പോയതാണ്. ഇത് ഒരു തരം സ്പീഷ്യസ് ബേർഡാണ്. വേറെ നായ്ക്കളാണ് കേട്ടോ. നല്ല ഷിറ്റ്സ് എല്ലാം ഉണ്ട്, പക്ഷെ അവരൊന്നും കുരയ്ക്കത്തൊന്നുമില്ല. ഷിറ്റ്സ് ഇപ്പുറത്തുണ്ട്, കണ്ടോ. അടുത്തതായി നമ്മളെ ബാലുക്കരടി. അപ്പോൾ അവിടെ എന്തോ ഒരു പരിപാടിയിലാണ് ആൾ കേട്ടോ, വെള്ളം കുടിക്കാനോ അങ്ങനെ എന്തോ പരിപാടിയിലാണ്.
അപ്പോൾ ഇവരുടെ തന്നെ പല ഇനത്തിൽപ്പെട്ടുള്ള കരടികളുണ്ട് കേട്ടോ. അത് കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. കണ്ടില്ലേ, ഇവർ കുറച്ചും കൂടി വലുപ്പമുണ്ട്. എല്ലാവർക്കും ഭയങ്കര നഖങ്ങളാണ്, ഭയങ്കര വലിയ നെയിൽസാണ്. അപ്പോൾ ഇതിനെ കണ്ടപ്പോൾ ഞങ്ങൾ വേറെ എന്തോ ആണെന്ന് വിചാരിച്ചു. പിന്നീടാണ് മനസ്സിലായത് കരടി ഇനത്തിൽപ്പെട്ട എന്തോ ഒന്നാണെന്നുള്ളത്. ദീപകിന് ഇഷ്ടമായി കേട്ടോ. കൊണ്ടുപോയാലോ? കൂളിംഗ് ഗ്ലാസ് കരടിക്ക് കൊടുക്കുക. അയ്യോ, ദീപകിന് നല്ല ഇഷ്ടമായി കേട്ടോ. കൈ കൊണ്ടുപോകും കേട്ടോ. ഇവർക്ക് എല്ലാവർക്കും സൺഗ്ലാസ് എടുക്കണം. അത് എന്റെ സൺഗ്ലാസ്. വേണ്ടട്ടോ, അത് പിടിമലിയാവേ. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. ഇത് പിന്നെ നമ്മുടെ ലയണ്. പക്ഷെ നമ്മുടെ സാധാരണ ലയണല്ല, കാരണം ഇവര് കളറ് വ്യത്യാസമാണ്. ഇവർ വൈറ്റ് കളറാണ്. അപ്പം ഇതെന്താ ഇവർ വൈറ്റ് ആയത് വെച്ചാൽ ഇവരുടെ ജീൻസിൽ മ്യൂട്ടേഷൻ വരികയാണ്. അപ്പോൾ ഒരു കണ്ടീഷൻ കോസിയാണ് ആൽബിനിസം എന്ന് പറയും. അതായത് ഇവരിലുള്ള മെലാനിൻ കണ്ടൻറ്റ് വളരെ കുറഞ്ഞിട്ട് ഹെയറും സ്കിന്നും എല്ലാം വൈറ്റായിട്ട് വരിക. ഇപ്പം ലയൺസിൽ മാത്രമല്ല, അതെല്ലാ ആൾക്കാരിലും കാണുന്നൊരു ടൈപ്പാണ്. ഇപ്പം കുറേ പീക്കോക്കൊക്കെ വൈറ്റ് കാണിക്കുന്നുണ്ട്. അത് ഈ മെലാനിൻ്റെ കണ്ടൻറ്റ് കുറയുന്ന കാരണം. അപ്പം അങ്ങനത്തെ ഒരു റെയർ ആയിട്ടുള്ള കണ്ടീഷൻ കാരണമാണ് ഇങ്ങനെ കുറച്ച് വൈറ്റ് ലയൺസ് വരുന്നത്. അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. അപ്പം ഞാൻ പറയുമായിരുന്നു ദീപക്കും വൈറ്റ് ടീഷർട്ടാണ്, അപ്പം നിങ്ങൾ തമ്മിൽ മാച്ചാണല്ലോ എന്ന് പറഞ്ഞു വരുമായിരുന്നു. ഇത് നമ്മുടെ ക്രോക്കഡൈൽസ് ആണ് കേട്ടോ. അപ്പം ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അത് സ്റ്റാച്യു ആവുമെന്ന് വിചാരിച്ചു. പിന്നെ ഇളകുന്ന കണ്ടപ്പോഴാണ് അത് ജീവുള്ളതാണെന്ന് മനസ്സിലായത്. പിന്നെ ഇതാ ഫീഡ് ചെയ്യിപ്പിക്കുന്നത് കണ്ടില്ലേ. സാധാരണ എല്ലാ സൂലൊന്നും അങ്ങനെ ഇല്ല. ഇവിടെ ഞാൻ അങ്ങനെ കണ്ടു, എനിക്കറിയില്ല നാട്ടിലുണ്ടോ എന്നുള്ളത്. എന്തായാലും ഇവിടെ ഫീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ അത് നമ്മുടെ ഒറങ്ങൂട്ടാൻ ആൾ പ്ലാസ്റ്റിക് കഴിക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഇത്തിരി വിഷമമായി. കാരണം അങ്ങനത്തെ ഒന്നും കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും. അവരത് അറിയുന്നില്ല. ഓറിയോൻ്റെ എന്തോ പാക്കറ്റാണ് കഴിക്കുന്നത്. അതകത്ത് എന്നാൽ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഇത് മറ്റേ റിംഗ് ടെയിൽഡ് ലെമറാണ്. ഇവിടെ ആക്ച്വലി പേരൊന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ. ഒറങ്ങൂട്ടാനെ ഇങ്ങനെ കേജിലൊന്നും അല്ല കേട്ടോ ഇട്ടിട്ടുള്ളത്. നമുക്കതിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കാം. പക്ഷെ ഇപ്പോൾ ആൾ ഭയങ്കര ടയേർഡാണ്, മൊത്തത്തിൽ ടയേർഡായിട്ടുള്ള ഒരാളാണ്. അപ്പം ഞങ്ങൾക്ക് അപ്പോൾ ഫോട്ടോ എടുക്കാനൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ അതാ കുറേ സ്വാനും അങ്ങനെ ഉള്ള ബേഡ്സിനെല്ലാം കണ്ടു. പിന്നെ ഇതാ നമ്മളെ പാരറ്റ്സിൻ്റെ ടൈപ്പ്. അപ്പം ഇവിടെ നമുക്ക് അതിനെ കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കാം. അപ്പോൾ ദീപക്ക് ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. ആൾക്ക് കുറച്ച് പേടിയെല്ലാം ഉണ്ട്. അതിൻ്റെ അടുത്ത് നിന്ന് കൊത്ത് കിട്ടിയാലോ എന്നുള്ള പേടിയാണ്. പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി. ഞാൻ ഏതായാലും ഒരു ശ്ലോകം ചെല്ലാൻ പോവാ. അതാ ഞങ്ങൾക്ക് 2 പേർക്കും ബേഡ്സിനൊക്കെ വെച്ച് തന്നു കേട്ടോ. എന്നിട്ട് അവരെന്നെ ക്യാമറ എല്ലാം മേടിച്ചിട്ട് ഞങ്ങൾ എടുത്തരാമെന്ന് പറഞ്ഞിട്ട് വെക്കുകയാണ്. ഞാൻ നല്ല പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം അതിൻ്റെ ചെവിക്ക് അകത്ത് വന്നിട്ടാണ് അതിൻ്റെ കൊത്ത് ഇങ്ങനെ തരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കടിച്ചു എന്നറിയാം ദീപകിനോട്. എൻ്റെ ഫിംഗറിൽ അത് കുറച്ച് ചെറുതായിട്ട് കടിച്ചു. പക്ഷേ അത്ര വേദനയൊന്നുമില്ല കേട്ടോ. അപ്പം നല്ല രസമായിരുന്നു എന്തായാലും. പിന്നെ ഇത് സൂവിൻ്റെ ഒരു ഫുൾ വ്യൂ ഒന്നല്ല, പക്ഷെ ചെറിയൊരു വ്യൂ ആണ്. നല്ല നൈസായിരുന്നു. സൺസെറ്റിനൊക്കെ ടൈമായി, കുറച്ച് ഈവനിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം. ഇതാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ ബേർഡായിട്ടുള്ള പീക്കോക്ക്. ഇതിനെ കാണുമ്പോൾ എപ്പോഴും നമുക്കൊരു അടിപൊളിയല്ലേ പീക്കോക്കിനെ കാണാനായിട്ട്. അപ്പോൾ ഇവിടെയും ഞാൻ പറഞ്ഞ ആൽബിനിസം ബാധിച്ചിട്ടുള്ള ആ ഒരു പീക്കോക്ക് ഉണ്ടായിരുന്നു. കണ്ടില്ലേ, വൈറ്റ് കളർ. ഇവരിൽ മെലാനിൻ കുറവാകും, പക്ഷേ ഇവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സാധാരണ ഹെൽത്തി ആയിട്ട് തന്നെയുള്ള ഒരു ബേർഡ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ആ വൈറ്റ് ലൈനെ പോലെ ഒരു വൈറ്റ് പീക്കോക്ക്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കുറച്ച് എനിമൽസിനെല്ലാം കണ്ടു. ഇവിടുത്തെ ഒരു പ്രശ്നം എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിരുന്നു എന്താ വെച്ചാൽ എനിമൽസിൻ്റെ പേര് അല്ല സ്പീഷീസ് നെയിം ഇതൊന്നും എഴുതി വെക്കുന്നില്ല. എനിക്ക്
തോന്നുന്നു എല്ലാ സൂവിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ എഴുതി വെക്കാറുണ്ട്, പക്ഷെ ഇവിടെ എന്തോ അറിയില്ല, നല്ല അറിയുന്നു. അപ്പോൾ ഇത് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള അനിമൽസ് എല്ലാം ഉണ്ട്, പക്ഷേ നമ്മളെ മൈസൂർ സൂവിനെ പോലെ ഒന്നും എനിക്കത്ര വലുതായിട്ട് തോന്നിയില്ല. ഇനി കുറച്ചും കൂടി കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ. പിന്നെ അതാ നമ്മുടെ ടർട്ടിൽ ആളെന്നെ കണ്ടപ്പോൾ തല മെല്ലെ ഉള്ളിലേക്ക് ആക്കാൻ നോക്കുകയാണ് കേട്ടോ. കുറേ എണ്ണം ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഉണ്ടായിരുന്നു. പിന്നെ അതാ എഗെയിൻ പീക്കോക്ക്, അതിൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്. ഇത് കുറച്ചും കൂടി പീലിയൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ളതായിരുന്നു കേട്ടോ. പിന്നെ അതാ നമ്മുടെ വൾച്ചർ, ശവന്തീനി എന്ന് പറയും, അതും അതിൻ്റെ പീക്കോക്കിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഇത് വേറൊരു സ്പീഷ്യസ് ആണ്. ഇതിൻ്റെ പേരെന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. മങ്കിനെ പോലെയൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല ബ്ലാക്ക് കളറ്, പിന്നെ ടെയിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഹേയ് ഹലോ, നമ്മളേറ്റവും ഫാസ്റ്റസ്റ്റ് ബേർഡ് ആണല്ലോ. പിന്നെ അതാ നമ്മുടെ കുറച്ച് നായക്കുട്ടന്മാരുണ്ടായിരുന്നു. ഹസ്കിനൊക്കെ അറിയില്ലേ, സൈബീരിയൻ ഡോഗ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ഗോൾഡൻ റിട്രൈവർ, അതൊക്കെ നമ്മളെ നാട്ടിൽ നമ്മൾ അങ്ങനെ ഫെമിലിയറായിട്ട് കാണുന്ന ഒന്നാണ്. പിന്നെ ഞങ്ങൾ വീണ്ടും ഉറങ്ങൂട്ടാൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. ഇയാൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരാളാണ്, അതായത് കിടന്നിട്ടിരുന്നു കേട്ടോ. അല്ലാതെ ആൾ കുറച്ച് മടിയനാണ്. അപ്പോൾ ഞങ്ങളൊന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി അഗൈൻ വന്നത്. അപ്പോൾ ദീപക് കുറേ കൈയൊക്കെ നീട്ടി, പക്ഷേ ആൾ കൈയൊന്നും കൊടുക്കുന്നില്ല. ചിലവർക്ക് കൈയൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ നല്ല മടിയായതുകൊണ്ട് കൈ നീട്ടാനും നമ്മൾ വേണമെങ്കിൽ എടുത്ത് പിടിച്ച് നീപ്പിച്ചാൽ പറ്റുമായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് പേടിയുള്ളതുകൊണ്ട് അത് ചെയ്യുന്നില്ല. അപ്പോൾ പഠിച്ച പണി 11 നോക്കുന്നുണ്ട് ഒന്ന് കൈ ഉയർത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ആളിതാ കിടന്നു, എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റി കിടക്കുന്ന പോലെ കിടക്കുക. പിന്നെ നല്ല രസമായിരുന്നു, കണ്ടില്ലേ, ചെറിയ പിള്ളേരെ പോലെ നൈസായിരുന്നു. കുട്ടികളെല്ലാം വന്ന് കൊടുത്തു നോക്കണം കേട്ടോ, പക്ഷെ ആളൊരു തരിക്ക് കൈ നീട്ടുന്നോ ഒന്നുമില്ല. പക്ഷെ അതുപോലെയൊക്കെ തൊട്ട് നോക്കാൻ ഞങ്ങൾക്ക് പേടിയാണ്. കണ്ടൊരു ചെറിയ ബേബി നല്ല ആക്റ്റീവ് ആയിരുന്നു കേട്ടോ. ആൾ എല്ലാ അനിമൽസിനടുത്ത് പോകുമ്പോഴൊന്നും ഒരു പേടിയില്ല, അതിനെ തൊടാനൊന്നും പേടിയില്ല. ഞാനൊക്കെ ഇതിനെ തൊടാൻ പോയിട്ട് അതിനടുത്ത് നിൽക്കാൻ പോലും പേടിയാണ്. പിന്നീട് അന്നേരം ട്രെയിനർ വന്നു കേട്ടോ. അപ്പോൾ അത് കൈ പിടിച്ച് ഞാൻ പറഞ്ഞ പോലെ നീപ്പിച്ചപ്പോൾ ആൾ നീറ്റു. അപ്പോൾ ദീപക്ക് എന്നോട് ഞാൻ പിടിക്കാൻ പറയുന്നുണ്ട്, പക്ഷെ ആൾ പിടിച്ചില്ല. പക്ഷെ പെട്ടെന്ന് ഉറങ്ങൂട്ടാൻ പോയിട്ട് ദീപക്കിനെ കൈ പോയി പിടിക്കായിരുന്നു. അങ്ങനെ 2 പേരും ഒരമ്മ പെറ്റ മക്കളെ പോലെ വരുന്നുണ്ട്. പിന്നെ ഇത് വൈറ്റ് ടൈഗേഴ്സ്, സ്നോലെല്ലാം കാണുന്ന, കാർട്ടൂണെല്ലാം കാണുന്ന വൈറ്റ് ടൈഗേഴ്സ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ, പിന്നെ നല്ല സൈസൊക്കെ ആയിട്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷനായുള്ള ആൽബിനിസത്തിൻ്റെ കേസ് കൊണ്ടല്ല വൈറ്റ് കളറ്, ഇവർ ഇങ്ങനത്തെ ഒരു ടൈപ്പാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് നമ്മളെ ഇന്ത്യൻ ടൈഗർ ആണെന്ന് തോന്നുന്നു, കാരണം അതിൻ്റെ നമ്മളെ നാട്ടിലെ ഫോറസ്റ്റിൽ കാണുന്ന പോലത്തെ കുറച്ച് കളറെല്ലാം തോന്നി. അപ്പം ഞാൻ ബന്ദിപ്പൂർ പോയപ്പോൾ ഇതുപോലെ ടൈഗറിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവിടെ നിന്നൊക്കെ കാണുമ്പോൾ നമുക്ക് വേറൊരു ഫീലല്ലേ, സൂവിൽ കൂട്ടിലിട്ട പോലെ അല്ലല്ലോ, അവിടെ നമ്മൾ ലൈവായി കാണുമ്പം അത് അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാട്ടിലെല്ലാം പോകാനായിട്ട്. ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങളവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്കൊരു സീൻ കിട്ടിയായിരുന്നു, ലയണിൻ്റെ മീറ്റിംഗ് സീന്. അപ്പം അത് അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. നമ്മൾ നാഷണൽ ജിയോഗ്രഫിയിലൊക്കെ കാണുന്ന പോലെ തന്നെ എന്തായാലും അതൊരു അടിപൊളി ഇതായിരുന്നു. കണ്ടില്ലേ, അപ്പം അത്രയേ ഉള്ളൂ ഗൈസ് നമ്മളെ സൂ. അങ്ങനെ ടിക്കറ്റ് പ്രൈസ് എത്രയായിരുന്നു? 25 പെർ ഹെഡ്. അതിനുള്ള ഉണ്ടോ? അതിനുള്ള ഉണ്ട്. കുട്ടികൾക്കൊക്കെ വന്നാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പം ഒരു ഈവനിങ് വന്നാൽ മതി. അപ്പോൾ കുറച്ചൊരു 1 hourൻ്റെ ഉള്ളിൽ കാണാനുള്ളതുണ്ട്. ഓക്കെ, നമുക്ക് തിരിച്ചു പോവാം. അപ്പം ഞങ്ങളിതാ രാത്രി എന്ത് ഫുഡ് കഴിക്കും, പാർസൽ മേടിക്കണോ ഉണ്ടാക്കണോ എന്നൊക്കെ തീരുമാനിച്ച് വരികയാണ്, കാരണം തിരിച്ച് പോവുകയാണല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ഇതാണ് ഒരു സൂ വീഡിയോ. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നും പറയുന്ന പോലെ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ ബൈ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ.
അപ്പം ഇന്ന് ഞങ്ങള് മനോഹരമായിരിക്കുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നിനക്ക് എങ്ങനെ സാധിക്കുന്നു? അതാരാ അങ്ങനെ ഒരു കോഴി വിട്ടത്? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല ഗൈസ്. പിന്നെ ഇവൾക്ക് കാണാൻ വേണ്ടി പോകുന്നുള്ളൂ. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ദീപകിന് ഇഷ്ടമാണോ? കുഴപ്പമില്ല, എനിക്കും ഇഷ്ടം. ശരിയായി. ഇതൊന്നും വരുന്നില്ലല്ലോ അതല്ലേ? ദീപകിന് ഇഷ്ടമാണോ? എനിക്കും ഇഷ്ടമാണ്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ശ്രദ്ധിക്കുന്നുണ്ടോ?